ഹലോ. നീ വരുന്നുണ്ടടാ? അതെ ലീലാലി, ഞാൻ ഗൂഗിൾ പേ ആക്കാൻ വേണ്ടിട്ട് കൊറേ നടന്നോണ്ട് ഒരു മടി പോലെ. ആയിക്കലിലും പോയി, കാൾടെക്സിലും പോയി, അങ്ങനെ ആകെ ടയേർഡാണ്. വരുന്നില്ല? ഞാൻ വരുന്നില്ല അമ്മ, ഞാൻ വരുന്നില്ല. ലീലാന്റെ ഒരു കാര്യം ചെയ്ത, അടുത്ത പ്രാവശ്യം എല്ലാം ഒരുമിച്ച് തന്നെ എനിക്ക് ഇതാ. അടുത്ത പ്രാവശ്യം ഞാൻ വരുമല്ലോ, എനിക്കുണ്ടല്ലോ, അത് ഇത് രണ്ടും ഒരുമിച്ച് തന്നെ അമ്മക്ക് കൊടുക്കാം. നീ എന്താ വരാന്ന്? നീ എവിടെ പോയിന്? അത് ഇപ്പൊ അവൻ പറയുന്നേ, ഓന് ഭയങ്കര ക്ഷീണം പോലും. മെഞ്ഞാന്ന് കൊറേ നടന്നിനി. അതിന് അത് നമ്മള് അക്ഷയില് കണ്ണാടിപ്പറമ്പ് അക്ഷയുണ്ട് വെച്ച് 4-5 അക്ഷയ പോയില്ല. ഞാനും ഇവനും കൂടി പോയിട്ട് എല്ലായിടത്തുനിന്നും മടക്കി. ഒന്നിലിപ്പോ നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോകണം, അതിന്റെ അങ്ങോട്ട് പോസ്റ്റ് ഓഫീസിൽ പോയി. ആള് നോക്കുമ്പോ കൗണ്ടറിൽ ഇരിക്കുന്ന ആള് ലീവാന്ന് പറഞ്ഞു. കൊറേ അക്ഷയ പോയി. ലാസ്റ്റ് ഞാൻ പറഞ്ഞു, നാളെ പോകാം, നമുക്ക് വീട്ടിൽ പോവാന്ന്. വേണ്ട സിറ്റിയിൽ അക്ഷയ പോട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് ആസ്പത്രിനകത്ത് ഇറങ്ങിയിട്ട് നല്ലേച്ചിന്റെ അടുത്ത് വന്നു. ബസ്സിന് പൈസ ഉണ്ടായിനി 150 പറഞ്ഞു ഈടെ വന്നിന് മൂത്തമ്മേന്ന് വിളിച്ചിട്ട് പറഞ്ഞിന് എനിക്ക് ചോറ് തരണെന്ന്. ചോറ് അടുക്കള എടുക്കാൻ പോയല്ലോ, ചോറും കറിയല്ല. അങ്ങനെ ചോദിച്ചാല് മൂത്തമ്മ അക്ഷയ എത്ര മണി വരെ? അപ്പൊ ഓള് പറഞ്ഞല്ലോ 1:30 മണി വരെ, 2 മണി വരെയല്ല 1:30 മണി വരെയാന്ന്. ഓള് 2 എത്ര പറഞ്ഞിട്ട് ചോറ് നാണ്ട് പോയി കളഞ്ഞോളൂ, പോട്ടേന്ന് വരെ ചോദിച്ചാട്ട്. എന്നിട്ട് ആദ്യം എത്തുമ്പോ പോലും ആദ്യം ലീവ് പോലും, ആ പെണ്ണ് ലീവ് പോലും കൗണ്ടറിൽ ഇരിക്കുന്നത്. എല്ലായിടത്തും മടക്കി. എനിക്ക് 2ാമത് വേഗം ആയിക്കരയിൽ വരാണ്ട് ആസ്പത്രിന്റെ അടുത്ത് വരെ നടന്ന് വന്ന്, പിന്നെ കാട്ടക്സിന്റെ അടുത്തല്ല അക്ഷയ പോയി. എനിക്ക് ഇന്ന് വരെ അമ്മ എനിക്ക് ഭയങ്കര ക്ഷീണം മിഞ്ഞാന്ന് നടന്നിട്ടേന്ന്. ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ നടക്കാൻ പറഞ്ഞ. ഞാൻ 150 റുപ്യ കൊടുത്തിനി. അച്ഛൻ 500. അക്ഷയിലോ എന്തോ ഗൂഗിൾ പേ ആക്കാനാ മറ്റോ, അതും ആധാറും ഫോണും കൂടി ലിങ്ക് ചെയ്യേ. അതിന് 50 റുപ്യാന്ന്. അങ്ങനെ കണ്ണാടിപ്പറമ്പ് 4-5 അക്ഷയ അവിടെയൊക്കെ പോയിട്ട് നമ്മള് മടങ്ങി വന്ന്. ചാലാടുണ്ട്, അലവിലുണ്ട്. ഞാനും അവന്റെ അടുത്ത് പറഞ്ഞു ചാലാട് അലവിലെല്ലാം ഉണ്ട്. എനിക്ക് ഇവർ സിറ്റി പോയിനി, ആടി ലീവ് എനിക്ക് ആടുന്ന് ആസ്പത്രി വരെ നടന്ന്. ആധാറു പിന്നെ ഫോണിൽ ലിങ്ക് ചെയ്താല് 72 മണിക്കൂർ 7 ദിവസം കഴിഞ്ഞിട്ടാണ് പോണ്ടത്. അങ്ങനെയല്ല, അന്ന് രാത്രി തന്നെ ഇവന് ഫോണിൽ പറഞ്ഞിന് മറിച്ച്. അന്ന് രാത്രി വരെ ഇപ്പൊ പീഡിയ പോയിട്ട് ഗൂഗിൾ പേയിൽ നമുക്ക് 72 ഞാൻ 7 ദിവസം കഴിഞ്ഞിട്ട് പോയിട്ട് അപ്പൊ പറഞ്ഞാ നിങ്ങളത് ലിങ്ക് ആയി അമ്മേന്റെ തയ്യ. ഇവന്റേതാ അന്ന് രാത്രി തന്നെ വന്ന്. അതിന് ഫോണിൽ വന്ന് പിറ്റേന്ന് രാവിലെ പോയി ഗൂഗിൾ പേയില് 10 റുപ്യേന്റെ ബീഡി വാങ്ങിച്ചാണ്. ഫോണില് ഗൂഗിൾ പേ ആയാ? അല്ല ഗൂഗിൾ പേ ആയില്ലേ? ഫോണില് ഇന്നലെ പറ്റി അപ്പൊ അജുന് ഓന്റെ പൈസ അയച്ചെടുത്ത ഒരു പൈസ കിട്ടൂലേ? ഹലോ. ലീലാന്റിന്റെ ഫോണിലേക്ക് ഞാൻ ഗൂഗിൾ പേന്റെ മെസ്സേജ് അയക്കാം, UPI ID അയക്കാം. അന്റെ ലീലാന്റിക്ക് അവൊന്നും അറിയില്ല. അല്ല നിന്റെ ഇപ്പൊ അജു പൈസ അയച്ചാലും നിന്റെ പൈസ വരൂലേ? എന്റെ വരണം, എന്റെ ID കിട്ടണോ? അതെയാ. എന്നൊരു കാര്യം ചെയ്യാം, നീ വന്നാ നിന്റെ പൈസ തരുന്ന. ഞാന് അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ നോക്കട്ടെ. ഞാൻ ചിലർക്ക് 2-3 ദിവസം കൊണ്ട് വരും. ഞാൻ നാളെ വന്നിട്ട് അജുവിനൊക്കെ ചെയ്യിപ്പിക്കല്ലേ? അല്ല അജുവിനൊക്കെ ചെയ്യിപ്പിക്കല്ലേ? നീ ഞായറാഴ്ച വന്നടാ. നീ വ്യാഴാഴ്ചയല്ലേ? ഞായറാഴ്ച വരാം. ഞായറാഴ്ച ആകുമ്പോ ചക്കൻ ഉണ്ടാവില്ല. ഇല്ലെന്റെ കിണ്ടി ഒന്നും തളിയുമ്പോഴും അറിയില്ല. എന്നാ ഞാൻ ഞായറാഴ്ച ആടെ വന്നിട്ട് അമ്മക്ക് കൊടുക്കാം ഫോണ്, നമ്മ ഫോണ്. അനു ഫോൺ സ്പീക്കറിൽ ഇട്ടതാ? അനു സ്പീക്കറിൽ ഇട്ടതാ? സ്പീക്കർ ഇട്ടതല്ല, അതിന്റെ സൗണ്ട് ഇങ്ങനെയാ വരൂ. അങ്ങനെ ഇപ്പൊ നിന്നോട് നല്ല മോനായിനാ? ഇടക്കിടക്ക് ഒരു ചീത്ത വിളിയുണ്ട്, അത്രേ ഉള്ളൂ. നല്ല ഓനോട് ചീത്ത വിളിക്കണ്ടെന്ന് പറയണോ? നല്ല മോനാന്ന്. പിന്നെ ഓൻ PDF വെച്ച് ഗൂഗിൾ പേ വീഡിയോ അറിഞ്ഞില്ല. എന്നിട്ട് അടുത്ത ആള് നമ്മളെ അടുത്ത വീട്ടിലത്തെ ആളോട് പറയുന്നു ഗൂഗിൾ പേ എല്ലാക്കിനി. ഓനൊന്നും ഇല്ല കേട്ടോ, ഓനസുഖമൊന്നും ഇല്ല, നല്ല പറഞ്ഞു പോലും. അതന്നെ പ്രാർത്ഥിച്ച് ഞാൻ അമ്പലത്തിലും പള്ളിയിലെല്ലാം പോകുമ്പോ ആദ്യം ഓനെ അമ്മ പ്രാർത്ഥിക്കാം. അപ്പൊ ഒന്ന് ചെക്കന്റെ ഗുളിക രോഗമൊന്നും മാറ്റി തന്നാ മതി. അതന്നെ കുടിക്കാണ്ട്. അച്ഛനിപ്പോ അവനോട് നല്ല എന്നതാ വന്നത്, അച്ഛാ ബീഡി
മൂകാംബികയില് വരെ മൂകാംബികയില് വരെ പോയിട്ട് ഓനാന്ന് ഞാൻ ആദ്യം പ്രാർത്ഥിച്ചിന് ഓനും അമ്മക്കും. ഈ രോഗം ഒന്ന് മാറി കിട്ടിയോ. അതന്നെ. ചുണ്ണി പോയാ എപ്പം പറയണം എന്റെ ഫോണിൽ ഇനി വിളിക്കാൻ പാടില്ല. ഞാൻ ഇന്നലെ മോഹൻ ഉള്ളോണ്ടാ പറയാൻ. മോഹൻ എന്ന് പറഞ്ഞ് ഞാൻ അന്ന് പൈസ നട്ടത് എന്റെ ക്ഷേമ മനസ്സിനെടുത്തിരുന്നു 2000 ഉറുപ്പ് കൊടുത്തിന്. എന്നിട്ടിപ്പോ 3 മാസം അടുപ്പിച്ചടുപ്പിച്ച് എനിക്ക് മനസ്സിൽ കിട്ടില്ല. നിന്റെ മോനോട് ചോദിക്കും, നിന്റെ മോനെ എന്റെ അക്കൗണ്ടിൽ നിന്ന് 3000 എടുത്തത്. എന്നിട്ടാ ഓപ്പോ ആയിക്കരെ പോയിട്ട് നല്ലേച്ചിനെ കൂട്ടി പിടിച്ചനോ എന്റെ ഫോണിൽ വിളിക്കട്ടെ. ഞാൻ എടുക്കുകയും ചെയ്യില്ല. അതിനടുത്ത് വായിൽ വരുന്ന അടുത്ത് കിട്ടുകയും. എന്നോട് പറയാ ആളെല്ലാം പറയുന്നുണ്ട്. ഞാൻ പറയാ ഞനക്കല്ലോ ബായി ഇരിഞ്ഞു പോന്നു. ആളെന്ത് പറയാ അല്ല ഓ നല്ലേച്ചിനെ ചീത്ത വിളിക്കുന്ന പോലെ എന്നെയും വിളിക്കാന്ന് വിചാരിച്ചിട്ടാ. ഞാൻ നല്ലോണം കൊടുത്തി. ഞാൻ 5 മണിന്ന് വരെ വിളിച്ചു. 5 മണി എന്റെ അച്ഛന്റെ അമ്മേന്റെ പൈസ അത് എന്റെ അച്ഛന്റെയും എന്റെ അമ്മേന്റെ പൈസ ഞാൻ കൊടുത്തിരുന്നില്ല. അന്നേരം തന്നെ നീ ഫോണ് ശരിയെന്ന് വെച്ചില്ല. അപ്പൊ കൊടുത്തിരുന്നു. മുണ്ടുന്നില്ല. അമ്മി മോഹന് രാജനെല്ലാം പറഞ്ഞു. ഓറെന്തിനപ്പോ കറൻസി മോഹനെല്ലാം അറിയാം. ഞാൻ അരിച്ചു വെക്കുന്നുണ്ട് അമ്മേന്റെ ബാലൻസ് ഇത്ര എനിക്ക് പെൻഷൻ. രാജനെന്റെ അമ്മ രാജനും മോനെല്ലാം പറയും ഓറെന്തിനാ അത് പറയണ്ട. ചോറ് അച്ഛൻ്റെ അമ്മേന്റെ പൈസ എത്തിന് തന്നെ എന്റെ അമ്മേന്റെ അല്ലേ. നീല രാജനോട് പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ അതിനോട് പറഞ്ഞു നിങ്ങൾ അച്ഛൻ്റെ അമ്മേന്റെ. ഞാൻ രാജൻ വന്ന പറയും. ഞാൻ ഞായറാഴ്ച വന്ന പറഞ്ഞു. ഞാൻ കാർപ്പറേഷനോട് പറഞ്ഞ രാജ എന്നിട്ട് ഓള് ഓനെ കൊറേ ചീത്ത വിളിച്ചിരുന്നു. ഞാൻ അനുവിനോട് ചോദിച്ചു 5 മണി നീ എന്തിനാ നമ്മളെ കാര്യത്തിൽ ഇടപെടുന്നത്. നിന്റെ അച്ഛൻ്റെ അമ്മേന്റെയും പൈസയാ. അതിന്റെ പങ്ങളോട് പറഞ്ഞു. നിനക്ക് പറഞ്ഞൂടെ ഓള് ആരും അറിയാതെ നിങ്ങൾക്ക് 2 തന്നിരുന്ന പറഞ്ഞൂടെ. പറഞ്ഞില്ല. നീ എന്ത് എപ്പോ സുഖൂലത്തെ പാട്ട് പാടുന്നു. അതിന് വരെ 5 പൈസ കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു അതെല്ലാം അതിനോട് പറഞ്ഞു. ഓളായിച്ചല്ലേ തന്നെ ചോള ചീത്ത വിളിച്ചായ നിന്റെ പങ്ങളെ പോയിട്ട് വിളിക്കും ചീത്ത. നല്ലോണം ഞാൻ തന്നെ പ്രസവിച്ചിട്ട് തുള്ളുന്നു. മോനം പറഞ്ഞു വെള്ളടിച്ചിട്ട്. അവര് വെള്ളടിച്ചാലില്ലെങ്കിലും അങ്ങനെ വിളിക്കാൻ പാടില്ല. ഒരു ഭാര്യന്റെ അരിയത്തിന് നല്ലേച്ചിക്ക് പിന്നെ കേട്ട് ശീലമായിട്ട് താഴ്മ്പില്ല. നല്ലേച്ചി പറഞ്ഞു ഓനെ അന്നി ഇങ്ങനെയല്ലേ വിളിക്കല്. ഞാനൊന്നും പറയില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും പറയാണ്ടിരിക്കും. നമ്മളെ ചീത്ത വിളിക്കേണ്ട അധികാരം ഓർക്കില്ലല്ലോ. ഞാൻ പറഞ്ഞു നീ എന്റെ പൈസ എടുത്തിട്ട് നീ ടൂർ പോയിന് ഓണത്തിന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മേന്റെ പൈസയല്ല എനിക്ക് 1600 രൂപ ക്ഷേമപെൻഷൻ കിട്ടുന്നുണ്ട്. ഇനി ഓനെന്തിനാ പറയുന്നതെന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു ഓനെന്തോ വെള്ളടിച്ച് വായിക്കുന്നു. കാരണം പിന്നെയില്ലേ ചില ടിക്കറ്റിന് ക്ഷേമ പെൻഷനില്ലേ എത്രല്ലോ ആള് മേടിച്ചിന് പോലെ അർഹതയില്ലാത്ത കൂട്ടർ ഒരു മേടിച്ചിട്ട് ഇപ്പൊ ആ പൈസയും പലിശയും തിരിച്ചടക്കേണ്ടി വരുന്ന പോലും. സ്കൂളിലും കോളേജിലെല്ലാം പഠിപ്പിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റിന് കേന്ദ്ര സർക്കാരിന് ശമ്പളവും മേടിച്ചിട്ടാണ് ഈ ക്ഷേമ പെൻഷൻ മേടിക്കുന്നത്. അതെല്ലാം പിടിക്കണം. അതെല്ലാം തിരിച്ചു പിടിക്കും പോലെ പലിശ അടക്കം തിരിച്ചു പിടിക്കുന്നു. പണ്ട് അരി വാങ്ങിച്ചില്ലേ കടയിലെ പൈസക്കാര് അതെല്ലാം എത്രയോ കിലോന് 60 ഉറുപ്പ്യ വെച്ച് അവരെടുത്ത് പിടിച്ചെടുത്തിന്. അപ്പൊ ജ്യൂസിനെ എടുത്ത് വേഗം വെള്ളക്കാരനാക്കി. ജ്യൂസിനെല്ലാം കാറുണ്ട് ബൈക്കുണ്ട് ഗവൺമെന്റ് പണി എന്നിട്ട് ഒരു ബിപിഎൽ അരി ഇപ്പൊ വെള്ളക്കാരനാക്കി. ഞാൻ ജോലിയിലെത്തി അതെ നിങ്ങൾക്ക് ഇന്നലെല്ലാം ടിവിയിൽ അതന്നെ വാർത്ത. പാവങ്ങളെ പിച്ചച്ചട്ടിയില് കൈയിട്ട് വരുന്ന അവർക്ക് പലിശോറ് എടുത്ത പൈസ അതിന്റെ പലിശയും തിരിച്ചടക്കണം പോലും. ഗോവിന്ദനെല്ലാം പറയുന്നത് വെറുതെ വിടൂലാന്ന്. ഗോവിന്ദനെല്ലാം പറയുന്നത് വെറുതെ വിടില്ല. ഓരുടെ പാവങ്ങളെ പൈസ ഇവർ എങ്ങനെ മേടിക്കല്. ഇവർക്ക് ശമ്പളവും ഉണ്ട് പിന്നെ ഈ ക്ഷേമ പെൻഷനും മേടിക്കണം. ഓരോ വെച്ച് അത് അക്കൗണ്ടിൽ വന്നെന്ന് അറിയാലോ. ഇതിപ്പോ കുഞ്ഞുമോളെ കണ്ട പെൻഷൻ വാങ്ങുന്നേ. ഇതിപ്പോ ഞാൻ ഒന്നും എനിക്കിപ്പോ കാരണം ക്ഷേമന്റെ കാശില്ല. ഇത് ക്യാൻസലാക്കണം. പെൻഷനാ ഞാനിപ്പോ മേടിക്കുന്നത്. രണ്ടും കിട്ടും. ഇതേപോലെ കേസാണ് പിന്നെ വെച്ചു കൊടുക്കേണ്ടി വരും. തിരിച്ചടക്കേണ്ടി വരും പോലും. അതുപോലെ 2 പെൻഷൻ വിട്ടുകളഞ്ഞൂലേ ഒരു പെൻഷൻ. പണ്ടെന്റെ അടുത്ത് പറഞ്ഞിനി 2 പെൻഷൻ വാങ്ങാൻ പറ്റൂല. ഓള് വേഗം 1 വിട്ടുകളഞ്ഞു. അതുപോലെ നീ 1 വിട്ട തിരിച്ചടക്കാൻ നമുക്ക് കഴിയും. അല്ല ഇവിടെ ഈ ഗവൺമെന്റിന്റെ ഒന്നേ മേടിക്കാൻ പറ്റുള്ളൂ. അത് ഇന്നലെ ടിവിയിൽ അതന്നെ ചർച്ച. അത്ര ഗഡ്സ് ഉദ്യോഗസ്ഥന്മാരില്ല അവര് വേറെ മേടിച്ചിന് 1600. അവരെ പേരിലെല്ലാം നടപടി ഉണ്ടാവും. ഈ 1600 അടക്കം എത്ര കൊല്ലം മേടിച്ചിന് അത് മുഴുവനും തിരിച്ചടക്കണം. അതിന്റെ പലിശയും തിരിച്ചടക്കണം. പാവപ്പെട്ടവർക്കില്ല. അതെല്ലാം പറയുന്നത്. ഇനിയിപ്പോ ഡിസംബറിൽ 2 മാസം തരും. മറ്റേ കുടിശ്ശിക ഡിസംബറിൽ അല്ല ജനുവരി തരുന്ന പറഞ്ഞ. ഈ മാസം ഇല്ല അല്ലേ? ഈ മാസം ഇല്ല തോന്നുന്നു. ഈ മാസം ഒന്നും പറയുന്ന
ലീല നമ്മളെ സ്ഥലത്തിന്റെ ബാബു പറഞ്ഞ് അവൻ ബാംഗ്ലൂരല്ല, അവൻ 2 ദിവസം ലീവില് വരൂ. റിസോർട്ടുകാരും അവനെ വിളിച്ചിട്ട് പോലും നമ്മളെ ഉന്നതത് പിന്നെ ശ്യാമള, ഉഷ, ലീല അവരെ 4 ആളെ സ്ഥലം. പിന്നെ ബാബു അവർക്ക് 5 ആളെ സ്ഥലം വേണം പോലും റിസോർട്ടുകാർക്ക്. 1:10 കിട്ടണം എന്ന് അവര് പറഞ്ഞേ. ചിലപ്പോ 90 മറ്റേ കിട്ടും പോലും. അത് കച്ചവടം ചെയ്തു പറഞ്ഞാല് ബാബു കാർത്തിന്റെ കാതിലെല്ലാം പണയം വെച്ചിട്ട് നമ്മുടെ വാടകയ്ക്ക് നിക്കുന്നത് എന്ന് പറഞ്ഞു പോലും. അന്നേരം ബാബു പറഞ്ഞു പോല് പാവം ചെക്ക. അവൻ പറഞ്ഞു പോല് ഉണ്ണിക്കുഞ്ഞാട്ട നിങ്ങളുടെ സ്ഥലം വിറ്റ് രജിസ്റ്റർ ഓഫീസിന് പൈസ കിട്ടൂലേ, അന്നേരം തന്നെ കാർത്തിയച്ചിക്ക് മാലയും കമ്മലും എടുത്തു കൊടുക്കണമെന്ന് അവൻ പറഞ്ഞു കൊടുത്തു പോല്. കാരണം ബാബു എപ്പെങ്കിലും വിളിക്കുമ്പോ ഓനടുത്ത് ഫോൺ മേടിച്ചിട്ട് നീ വർത്താനം പറയണോ ബാബുവിനോട്? അയ്യോ ഞാൻ പറയുന്നുണ്ട് ലീല, ഞാൻ പറയുന്നുണ്ട്. അല്ല ഇത് ഉണ്ണേട്ടൻ പറഞ്ഞില്ലേ തന്നെയാ? അല്ല ബാബു മിഞ്ഞാന്ന് വിളിച്ചിനി, ഇനി ഉണ്ണേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അത് റേഞ്ച് ഉണ്ണേട്ടനല്ലേ ഇനി അയക്കണ്ട. നല്ലേച്ചി പറയുന്നുണ്ടേനി, നല്ലേച്ചി ആ കുറ്റൊന്നല്ല പറഞ്ഞേ. ഇവിടെ വന്നാൽ ഈ ലക്ഷത്തിലുണ്ടാവും സ്ഥലം, പിന്നെ എന്തിനാ ഓൻ ഇങ്ങനെ കച്ചവടം ആവുന്നതിന്റെ മുന്നിൽ ഇങ്ങനെല്ലാം പറയുന്നത്? 1 ലക്ഷം പറയുന്നുണ്ട്, 1 ലക്ഷം വില പറയുന്നത്. അല്ലെ 38 സെന്റ് സ്ഥലമുണ്ട്, 38 ലക്ഷം കൊണ്ട് ഞാൻ പറയുന്നത് ഞാൻ വീടിന്റെ ബാക്കി പൈസക്ക് ഫോട്ടോസ് എടുത്തിട്ട് ഇടുന്നല്ലുണ്ട്. ഇങ്ങനെ നല്ലേച്ചി പറഞ്ഞ കച്ചവടം എന്തിനാ ഓൻ ഇങ്ങനെ ഇവിടെ വന്നിട്ട് പോണം പറയുന്നത്? എനിക്കറിയാം, നമ്മൾ ആഴ്ചയിലേക്കേ പോണ്ട. നമുക്ക് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മോഹൻ വിളിച്ച് പറഞ്ഞാ മതി. ഇങ്ങനെ ഒരു കുട്ടിയുടെ പോണ്ട. എല്ലാരും കേൾക്കാൻ വേണ്ടിട്ടുണ്ടാകുമ്പോ ഇങ്ങനെ ഒച്ചിട്ട് പറയുന്നു. പഠിക്കൂല, അതോള് പറഞ്ഞ് ചെയ്യാ. ഫോട്ടോസ് എന്തെങ്കിലും ഇവിടെ കച്ചവടമായ എന്തെങ്കിലും ആയാ പറഞ്ഞാൽ തന്നെ ആൾക്കാരെ പിരാക്കിൽ കിട്ടും. അവരോട് പറഞ്ഞ വായു ഉറക്കണ്ടെന്ന്. ഓന് ചൂടാൻ വേണ്ടി ഇന്നലെ പോയിന് പോലും. കുറുമക്ക് പണിക്ക് പോയിരുന്നത് അവർക്ക് സൂലായിട്ട് എല്ലാരും ആശുപത്രിയിലാ പോലും. എന്നിട്ട് വെറുതെ അയക്കാതെ വന്ന പോലും മീനെന്താ കിട്ടുമോ നോക്കാൻ വേണ്ടി. അപ്പൊ മീനൊന്നും ഇല്ല പോലും, കാറ്റല്ലാണ്ട് അത് കടലിൽ പോയിട്ടില്ല പോലും. ഞാൻ പറഞ്ഞെങ്കിൽ അങ്ങനെ നമ്മളെ ലൈൻ റൂമിലാണ് പോയിനാ? ഇല്ല, അവിടെ പോയിട്ടില്ല. ഞാൻ പറഞ്ഞു എന്തിനാന്ന് അയക്കലപ്പോ ഞാൻ പോണ്ടെന്ന് വരച്ചില്ലേ. സ്ഥലത്തിന്റെ പേരും പറഞ്ഞിട്ട് അത് ഒരു ദിവസം പിന്നെ കച്ചവടം പ്രാർത്ഥിക്കാൻ പറയാം. അത് തന്നെ ഈ കുഴിപ്പിന് ഞാൻ ക്വാർട്ടേഴ്സ് എടുത്തിട്ട് വാടക കൊടുക്ക ആളെന്താ പൊട്ടിപ്പിരാവൂല 38 ഫാൻ്റെ സ്ഥലം ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. എന്താണ് പറഞ്ഞാൽ ഇരുന്ന് പൈസക്കാരന്ന് മേടിച്ചോന് ഇങ്ങനെ ഈ ഭാഗത്തെ വെക്കണ്ട. കള്ളുകുട്ടി ഓരോ അടുക്കളൊക്കെ കാട് കുത്തിപ്പോണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ എത്ര പറഞ്ഞു ഈശ്വര പാട്ട് പാടി നടക്കുക. അതിന്റെ ലൈഫ് മിഷൻ കണ്ട നാട് മുഴുവൻ പാട്ടക്കിച്ച. അതന്നെ പറയുന്നത്. ഓനില്ലേ ആ നാട്ടിൽ തന്നെ പണിക്ക് വെച്ച് ആളായിട്ട് പരിചയമായിട്ട് ഇങ്ങോട്ട് വെക്കണ്ട. ഇത് പൈസ വെക്കുന്നു. അതന്നെ പറയുന്നത്. ഇവിടുന്ന് പോയിട്ട് ഇങ്ങ വരുന്നു. ഞാൻ ചോദിക്കുന്നു എന്റെ മറു അടിയെ കുച്ചിട്ട് ഞാൻ അതന്നെ പറയുന്നത്. അങ്ങേക്ക് പോന്നു ഞാൻ അങ്ങനെ വന്നിട്ട് പറയൂ ഇവിടെ വന്നിട്ട് ഇല്ലാത്ത കുളുസും പടായി ഇളക്കും. ഞാൻ പറയും നിന്റെ പട്ടിക്കാട്ടിലേക്ക് വയനാട്ടിലേക്ക് ഓടി. ഞാൻ എന്തിനാ നമ്മളെ നാട്ടിലേക്ക് പോന്ന് ഞാൻ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ് 1000 വട്ടം പറഞ്ഞ എങ്ങനെയാ അങ്ങേക്ക് പോന്ന് അവരെല്ലാം പറയുന്നു. ഞാൻ വെറുതെ ഞാൻ അറിയുന്ന പറയണ. ഞാൻ പറഞ്ഞേ ആരെന്ന് ആളുകൾ പറയിച്ചപ്പാ ഇവിടുന്ന് പോയിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നെന്ന് പറയുന്നില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ പറയാണ്ട് അതിന് അങ്ങോട്ട് പോണ്ടാന്ന്. അത് വന്നിട്ട് പിന്നെ അങ്ങോട്ട് തന്നെ പോന്നു. അല്ല ആദ്യം വെച്ച് പിന്നെ അത് അങ്ങോട്ടേക്ക് തന്നെ വായിന്ന്. ഇവിടെ വന്നിട്ട് പിന്നെയും അങ്ങോട്ട് കായ്ക്കരയിലേക്ക് തന്നെ പോകുന്നത്. അതന്നെ ഇപ്പൊ കാർത്തേച്ച് പറഞ്ഞാ മതി. കാർത്തേച്ച് വിളിക്കുന്നില്ല. എന്നിട്ട് ഞാൻ പറയും ഇനി അങ്ങോട്ട് പോകുകയേ വേണ്ട. ഇന്ന് ഇവിടെ പോയ കുറുവക്ക പോലും പണി. അതിന് അങ്ങിലേക്കാണ് വിളിക്കുന്നു പണി. ഇന്ന് കുറുവക്കാന്ന് എന്തോ ഒരു മരം മുറിക്കേ. മീൻ കിട്ടിയില്ല. ഇവിടെ മീന് ഞാൻ 50 ഉറുപ്പ്യക്ക് 3 അയില വാങ്ങി. അങ്ങനെ മേടിച്ചാൽ ഉപ്പും പുളിയും മുളക് അതും വേണം. അവരോട് പറഞ്ഞു ഇങ്ങ് കടക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതാ ഇവിടെ വിൽക്കാൻ വെച്ച് ഞാൻ മേടിച്ചു 50 ഉറുപ്പ്യക്ക് 3 അയില. അനുവിന് പോകാൻ വേണ്ടി വെച്ചോ. അവൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല. എന്നിട്ട് മീൻ വാങ്ങി. അനു വരുന്നില്ല. ഞായറാഴ്ച വരാൻ പറഞ്ഞു. ഞായറാഴ്ച അജ്ജി ഉണ്ടാവൂടെ. ഇപ്പൊ നല്ല മോൻ തന്നെയല്ലേ? ഇപ്പൊ നല്ല മോനാ. നല്ല മോനായിട്ട് കേട്ടാ മതി. ഇവിടുന്ന് കുറെ അലക്കി കഴിഞ്ഞ് ഇവിടെ അടുത്ത് മരങ്ങളെല്ലാം ഉണ്ട്. അതിന്റെ അടുത്ത് നിന്ന് ഒരു കൊച്ചു ഉണങ്ങിയ ചുള്ളി വിറകെല്ലാം കിട്ടി. ഇവിടെ അടുത്തല്ലേ, ദൂരെയൊന്നും പോണ്ട. പക്ഷെ നമുക്കിവിടെ അതിന്റെ തേങ്ങക്കാന്ന് ക്ഷാമം.
തെങ്ങുണ്ടെന്ന് പറഞ്ഞാൽ തേങ്ങക്ക് ഇവിടെയെല്ലാം ക്ഷാമാണ്. ഒരു മഴക്കാലായാലാണ് തേങ്ങ കിട്ടുക. വെള്ളത്തില് വീണിട്ട് ഞാനിപ്പോ കാട്ടിലെല്ലാം പോയിട്ട് പരതിട്ട് എടുക്കലമ്മ തേങ്ങ ഇല്ല. ഇവിടെ തെങ്ങിണ്ടെന്ന് പറഞ്ഞ വിലയില്ല, തേങ്ങ കുറവാ. പിന്നെ പശുവിനെ കെട്ടുമ്പോ നാളെല്ലാം തേങ്ങ ഇട്ടിട്ട് പോകും. എനിക്ക് രണ്ടോട്ടം ഓരോ തേങ്ങ കിട്ടി. പോയി നോക്കിക്കോ രാവിലെ എണിച്ച് പോയി നോക്കിക്കാ. അതെ, 2 പ്രാവശ്യം ഓരോ തേങ്ങ കിട്ടി. കത്തിക്കാൻ കിട്ടും. ഓലയും മട്ടലും പിന്നെ ചുള്ളി വറകെല്ലാം കിട്ടി. ചുള്ളി പറഞ്ഞോളൂ മോനോട് കാർത്തിക് നെഞ്ഞത്തിനായിട്ട് വേദനയുണ്ട്. നെഞ്ഞത്തിന് ഇങ്ങനെ വാരിപ്പള്ളയില്ലേ, ഞാൻ മിറ്റിന് തറപ്പന്നെ തേച്ച് ഇപ്പൊ കുറച്ചൊരു കുറവ് വന്നിട്ടുണ്ട്. കണ്ണാൽ എണീക്കാനൊന്നും കഴിഞ്ഞ ആ കൈ പിടിക്കണം. ഇതാ അനുവിനോട് വെച്ചോക്ക്. ഈ വാരിപ്പള്ള ഭയങ്കര വേദന. എനിക്ക് കൊറേ ദിവസം ഇങ്ങനെ തടകി എനിക്ക് കുനിയാനൊന്നും കഴിഞ്ഞില്ല. ഇപ്പൊ കുറച്ച് കുറവുണ്ട്. ഞാൻ രാവിലെ ഉച്ചക്ക് മതിനെല്ലാം തർപ്പന്റെ വാങ്ങിച്ച് അവരമ്മയാ എനിക്ക് വാരിപ്പള്ള എന്റെ ഇവിടെ തർപ്പന്റെ എല്ലാം തേച്ച് പിടിപ്പിച്ച് ഒരു ദിവസം 3 വട്ടം തേക്കും. എനിക്ക് വെള്ളമൊന്നും എടുക്കാൻ കഴിച്ചില്ല. എന്റെ ഇപ്പൊ കുറച്ച് കുറവുണ്ട്. അത് പറഞ്ഞ ആസ്പത്രിയിൽ പോടാ. ഞാൻ എനിക്കയില്ല ആസ്പത്രിക്ക് ഒന്നും പോകാൻ. ഒരു ദിവസം മെനക്കട എനിക്കയില്ല. സൈഡില് പള്ളക്ക് സൈഡില് പള്ളക്കെല്ലാം തന്നെ ഓരോ വേദനയെല്ലാം വരും. പിന്നെ തർപ്പനി തേച്ച് മാറ്റിയെടുത്ത് കേട്ടോ. ഇപ്പൊ കുറച്ച് കുറവുണ്ട്. അനുവിത അങ്ങോട്ടും ഇങ്ങോട്ടും ബീഡി വെച്ചുകൊണ്ട് നടക്കുന്ന. പിന്നെ നല്ല മോനാട്ടോ. നല്ല കുട്ടിയാണ്. ഓ ഞായറാഴ്ച എന്തായാലും വരും. അച്ഛൻ പൈസ കൊടുക്കും ബസ്സിന്. ശരിയെന്നാല്. ശരി. കാപ്പച്ചി സുന്നിയോട് പറഞ്ഞ് സുന്നി ഒന്നും പറയുന്നില്ല മറുപടി. ഇല്ല, അനങ്ങാണ്ടിരുന്ന് തെറ്റ അതിന്റെ ഭാഗത്താണ്. അത് അനങ്ങാണ്ടിരുന്ന് ഓളെ ഫോണിൽ എനിക്ക് വിളിക്കണ്ടാന്ന് അത് പറഞ്ഞു. അതെ, ഇല്ല വിളിക്കുന്നില്ല ഇങ്ങനെയാക്കി. വിളിക്കണ്ട. ഞാൻ എന്നോടെ ഫോണിൽ വിളിച്ചോണ്ട. ഓളെ തന്നെ കിട്ടും നല്ലണം. ഓള് എന്നിട്ട് ഇങ്ങനെ മോനെ നോക്കുന്നില്ലേ? അല്ല ഞാൻ പറഞ്ഞിട്ടില്ലേ ഓർക്ക് എങ്ങനെ ഇത്ര അധികാരം വന്നത് ഇങ്ങനെ പണ്ടെല്ലാം പറയണ്ട് എന്റെ മോനെ നോക്കുന്നല്ലേന്ന്. അങ്ങനത്തെ പെട്ടെന്ന് എന്തായതെന്ന് എനിക്ക് അറിയാത്ത. ആൾക്കാരെ പോയി നല്ലേച്ചിനെ ഇരിപ്പിക്കുക. അതിന് നിനക്ക് നോക്കൂ തരുന്നാല് 300 ഉറുപ്പ്യ ഓളല്ല അമ്മേന്റെ പൈസയെല്ലാം എടുത്തിട്ട് ടൂറിന് പോകുന്ന ഓളെ അനുഭവിക്കൂത്. എന്താ അനുഭവിക്ക? എന്നാ ശരിയാ. മോനെ പോയിട്ടില്ല. മോൻ ഇന്നലെ കണ്ണിന്റെ അടുത്തുണ്ടോ പൊടിവാറിട്ട് ചൊറിഞ്ഞിട്ട് എന്നിട്ട് ഇപ്പൊ വണ്ടി എടുത്തിട്ട് എടിയാ പോയി. അജു പോയിനാ? അജു പോയിന്. കാസേച്ചിന് ഇടക്കല്ല അജുവിനോട് ചെറിയ പൈസക്കെല്ലാം ചോദിക്കണം കേട്ടോ. ഓൻ വയനാട്ടിലെ അടിയിലും കൊറേ പൈസ ചെലവാക്കണോ തരൂല. അതാ ഞാൻ ചോദിക്കാത്ത. എന്നാ ശരി എന്നാലേ.